കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിൽ വിപ്ലവഗാനം ആലപിച്ച സംഭവവുമായി ബന്ധപ്പെട്ട ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റായ സിപിഎം കോടതിയിൽ മറുപടി നൽകിയേക്കും. സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി വികാസിന് ഹൈക്കോടതി നേരത്തെ നോട്ടീസ് അയച്ചിരുന്നു. കടയ്ക്കൽ ദേവീക്ഷേത്ര ഉത്സവത്തിനിടെ വിപ്ലവഗാനാലാപനം നടത്തിയ സംഭവത്തിലാണ് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റും സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ വികാസ് ഹൈക്കോടതിയിൽ മറുപടി നൽകേണ്ടത്. കഴിഞ്ഞയാഴ്ച ഇയാളെ ഹർജിയിൽ കക്ഷി ചേർത്തുകൊണ്ട് ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു. ഹിന്ദുമത സ്ഥാപനങ്ങൾ ദുരുപയോഗിക്കൽ തടയൽ നിയമത്തിന്റെ വിവിധ വകുപ്പുകൾ പരിശോധിച്ച് വാദഗതികൾ ഉന്നയിക്കാനായിട്ടാണ് ഹൈക്കോടതി ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എതിർകക്ഷികൾക്ക് സാവകാശം നൽകിയിട്ടുള്ളത്. ക്ഷേത്രത്തിൽ നടത്തിയ ഗാനമേളയിൽ വിപ്ലവഗാനം ആലപിച്ചതിലും ഡിവൈഎഫ്ഐയുടെ കൊടി പ്രദർശിപ്പിച്ചതിലും ഹൈക്കോടതി നേരത്തെ വിമർശനം ഉന്നയിച്ചിരുന്നു. ക്ഷേത്രങ്ങളിൽ നടക്കുവാൻ പാടുള്ളതല്ല ഇത്തരം സംഭവങ്ങൾ, ഇനി ആവർത്തിക്കപ്പെടരുത്. വലിയ തുക ചെലവഴിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഭക്തരിൽ നിന്നും ശേഖരിക്കുന്ന പണം ദേവനായി ഉപയോഗിക്കാനുള്ളതാണ്, ധൂർത്തടിക്കാനുള്ളതല്ലെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ജനം, കൊച്ചി.